പാരീസിലെ വെള്ളിത്തിളക്കത്തിന് ശേഷം ലുസൈനിലെ വജ്രമാകാൻ നീരജ് ചോപ്ര. ഒളിമ്പിക്സിൽ സ്വർണം നഷ്ടമായ നിരാശ മറക്കാൻ ലുസൈൻ ഡയമണ്ട് ലീഗിലെ ചാമ്പ്യൻ പട്ടം തന്നെ വേണം ഇന്ത്യയുടെ ഗോൾഡൻ ബോയ്ക്ക്. എന്നാൽ ലുസൈനിൽ കാര്യങ്ങൾ എളുപ്പമല്ല. പരിക്ക് അലട്ടുന്നുണ്ടെന്ന് നീരജ് തന്നെ പറഞ്ഞിരുന്നു. ഒപ്പം എതിരാളികളായുള്ളത് ലോകത്തെ തന്നെ മുൻനിര താരങ്ങൾ. ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവ് പാകിസ്ഥാന്റെ അർഷദ് നദീമില്ലെങ്കിലും വെങ്കലം നേടിയ ആൻഡേഴ്സൺ പീറ്റേഴ്സ്, 4ാം സ്ഥാനക്കാരൻ ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാക്കൂബ് വാദ്ലജ്, ജർമ്മനിയുടെ ജൂലിയൻ വെബർ എന്നിവർ നീരജിന് കടുത്ത വെല്ലുവിളിയാകും. കഴിഞ്ഞ മെയ്യിൽ നടന്ന ദോഹ ഡയമണ്ട് ലീഗിൽ വാദ്ലജിന് പിന്നിൽ 2ാം സ്ഥാനത്തായിരുന്നു നീരജ്. ഡയമണ്ട് ലീഗ് മീറ്റുകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 6 താരങ്ങൾക്കാണ് സെപ്റ്റംബർ 14 ബ്രസൽസിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് ഫൈനലിന് യോഗ്യത കിട്ടുക. സീസണിൽ ഒറ്റ മീറ്റിൽ മാത്രം പങ്കെടുത്ത നീരജ് നിലവിൽ 4ാം സ്ഥാനത്താണ്. മികച്ച പ്രകടനം നടത്തി ഫൈനലിലേക്ക് മുന്നേറി ചാമ്പ്യൻ പട്ടം തിരിച്ചുപിടിക്കുകയാണ് നീരജിന്റെ ലക്ഷ്യം. 2022 ഡയമണ്ട് ലീഗ് ചാമ്പ്യനായ നീരജ് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായി. ഡയമണ്ട് ലീഗ് ചാമ്പ്യന് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ലഭിക്കും. നിലവിലെ ലോക ചാമ്പ്യനായ നീരജ് ആ ലക്ഷ്യം കൂടി മനസ്സിൽ വച്ചായിരിക്കും ജാവലിൻ പായിക്കുക.